ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ റീഡിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. അതുപോലെ ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഇപ്പോഴത്തെ അവരുടെ ഒരു ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണ്? രണ്ട് കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. യെസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. Yes, current feelings of your person. Yes, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ആ ഒരു കാര്യം എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളുടെ അടുത്തേക്ക് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അവരുടെ മനസ്സിലൂടെ പോകുന്ന ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏക്ക് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാർഡുകൾ തന്നെയാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നതും ലാസ്റ്റ് കിട്ടിയിരിക്കുന്നതും. മാസ്റ്റർ കാർഡും രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകൾ തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം. എങ്കിലും ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ അധികമായി ഗാഢമായിട്ട് ഡീപ്പായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈവൻ അവർ ഏകാന്തതയിലിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് അവരിൽ ഒരുപാട് വരുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ തന്നെയുള്ള ഒരു കിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു രാജ്ഞിയായിട്ടോ രാജാവായിട്ടോ ഒക്കെ ഒരു ക്യൂനായിട്ടോ ഒക്കെ അവർ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ലൈഫിലിപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ഒരു ഇമ്പോർട്ടൻസ്, ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയ്ക്കും ശക്തമായിട്ടുള്ള ഒരു അവസരം ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഒരു ശക്തമായ അവസരം ഈ വ്യക്തിക്ക് വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നത് ആ ഒരു രീതിയിൽ തന്നെ ഒരു സർപ്രൈസ് നൽകിക്കൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ സമീപിക്കണം. അല്ലെങ്കിൽ നിങ്ങളോട് ഉള്ളിലുള്ള ആ ഡീപ്പായിട്ടുള്ള സ്നേഹം, പ്രണയം പറയണം എന്നിങ്ങനെയൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ റീഡിങ് നിങ്ങൾ വാച്ച് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു മെസ്സേജോ ഒരു കോളോ നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്നിവിടെ കാണുന്നു. കാരണം അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രണയം ഈ വ്യക്തിയിൽ ഉണ്ടെന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് ഇടയിൽ സെപ്പറേഷൻ ഉണ്ടായത് എന്ത് റീസൺ കൊണ്ടായിരുന്നാൽ പോലും ഈ വ്യക്തി ഇപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരികെ അവരുടെ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹവുമായി നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. മാസ്റ്റർ കാർഡും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളിലേക്ക് വളരെയധികം സ്നേഹത്തോടെ ഈ വ്യക്തി തിരികെ എത്തുകയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്കിപ്പോൾ ഈ ഒരു സമയത്ത് അവർക്കിപ്പോൾ ഇനിയൊരു ദിവസം പോലും നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ആ വ്യക്തി എത്തിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അവസാന നിമിഷം വരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യും. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും എന്നാണ് കാണുന്നത്.
ഈ റിലേഷൻഷിപ്പിൽ യാതൊരു വിധത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻസോ പ്രതീക്ഷകളോ പോലും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും എൻഡായി പോയി നിൽക്കുന്ന ഒരു സമയത്ത് പോലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈഫിൽ നിങ്ങളെ തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ തന്നെയാണ് ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം, ഇതിന് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡ് തന്നെയാണ്, ഇതിന് ഇനി മുന്നോട്ട് യാതൊരു ഹോപ്പും നൽകേണ്ടതില്ല എന്ന് രണ്ട് കൂട്ടർക്കും അറിയാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും, അവരുടെ ലൈഫിൽ നിങ്ങളെ തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ടും പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് അവരുടെ മനസ്സിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ നേടിയെടുക്കും എന്ന ഒരു ഉറച്ച വിശ്വാസമാണ് അവരിലുള്ളത് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലൊരു റീയൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളറിയാതെ ഈ വ്യക്തി ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു റീസൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സെപ്പറേഷൻ ആക്കിയത്. പക്ഷേ ഇപ്പോൾ ആ കാര്യത്തിൽ ഈ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി നിങ്ങളുമായിട്ട് ചിലപ്പോൾ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നടത്താൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. നിങ്ങളുമായിട്ടൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ, അതായത് അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്കൊരു മെസ്സേജ് വഴി എത്തിക്കാനായിട്ട് നിങ്ങൾക്കൊരു തോന്നൽ നൽകി അങ്ങനെ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നടത്താൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം തന്നെ ഈ വ്യക്തി അറിയുന്നുണ്ട്. നിങ്ങളുടെ വേദന അവർ മനസ്സിലാക്കുന്നുണ്ട്. സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ വേദന എല്ലാം ഈ വ്യക്തി അറിയുന്നുണ്ട്. ഈ വ്യക്തിക്ക് മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എതിർക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നുണ്ട് എന്ന് കാണുന്നു. അതുപോലെ തന്നെ ആ ഒരു തടസ്സങ്ങൾ ഈ വ്യക്തി അവഗണിച്ച് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സെപ്പറേഷൻ അവരെ അത്രമാത്രം വേദനിപ്പിക്കുകയാണ്. അവർക്ക് വല്ലാത്തൊരു സങ്കടമാണ് ഈ ഒരു സമയത്ത്. അവർ കാരണമാണ് നിങ്ങൾ വേദനിക്കുന്നത് എന്നതാണ് അവരുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. അവർ കാരണം നിങ്ങൾ വേദനിക്കുന്നു എന്നതാണ് അവരുടെ ഏറ്റവും അതാണിപ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയൊരു ഫീലിങ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കരയുന്നു, നിങ്ങൾ വിഷമിക്കുന്നു, അവർ കാരണമാണ് ഈ ഒരു വിഷമം നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് എന്നോർത്ത് അവർ വല്ലാതെ റിഗ്രറ്റ് ചെയ്യുകയാണ്, വല്ലാതെ വിഷമിക്കുകയാണ്. നമുക്ക് 2 ക്ലാരിഫിക്കേഷൻ കാർഡുകൂടെ എടുത്ത് നോക്കാം. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? പേസ് ഓഫ് സോർട്സ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? ഈ ഒരു സമയത്ത് അവരെന്താണ് ചിന്തിക്കുന്നത്? യെസ്, അപ്പോൾ നമുക്കത് തന്നെയാണ് വീണ്ടും കിട്ടുന്നത്. വളരെയധികം സങ്കടത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതിന് കാരണം നിങ്ങൾ വേദനിക്കുന്നതും നിങ്ങൾ കരയാൻ അവർ കാരണമായി, ഇതൊക്കെ ഓർത്ത് അവർ വല്ലാതെ സങ്കടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഡിപ്രഷനിലേക്കൊക്കെ അവർ പോകുന്നു. ലൈഫിൽ എല്ലാം നഷ്ടമായി എന്നൊരു സ്റ്റേജിലേക്ക് അങ്ങനെയുള്ള ചിന്തകളൊക്കെ അവർക്ക് ഉണ്ടാകുന്നു. അങ്ങനെ അതും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. പിന്നെ എത്രയും വേഗം ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകണമെന്ന് ഈ ഒരു സമയത്ത് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. എത്രയും വേഗം പുതിയൊരു തുടക്കം ഉണ്ടാകണം, ഈ ഒരു അവസ്ഥകളെല്ലാം തന്നെ മാറിപ്പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. കാരണം ഓരോ നിമിഷവും നിങ്ങളെ നഷ്ടമായി പോകുന്നു, വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ നഷ്ടപ്പെടുത്തുന്ന സമയങ്ങൾ എല്ലാം തന്നെ നിങ്ങളെ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടാവുകയാണ്. ഓരോ നിമിഷവും നിങ്ങളെ നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന വ്യക്തി ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്.
ഒരു ഡിലേ വരുത്തിയാൽ അല്ലെങ്കിൽ ഒരു നിങ്ങളേക്ക് ഇത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യട്ടെ, അതിന് ശേഷം നമുക്ക് ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം എന്നൊക്കെ ഒരു ഡിലേ വരുത്തിയാൽ കംപ്ലീറ്റ്ലി ആയിട്ട് നിങ്ങൾ ലോസ് ആകും എന്ന് ഈ വ്യക്തി പേടിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. ആ ഒരു ചിന്തകളൊക്കെയാണ് അവരുടെ മനസ്സിലൂടെ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് ഉറക്കം വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഉറങ്ങാൻ നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ചിന്തകളിലൂടെ അവരിങ്ങനെ നടക്കുകയാണ്. അവർക്ക് ഉറങ്ങാനായിട്ട് പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്ന് കാണുന്നു. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ജസ്റ്റിസ്. യെസ്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഓൾറെഡി ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പം നിങ്ങൾക്ക് തന്ന പോലെയുള്ള ഒരു റിലേഷനല്ല, നല്ലൊരു ബാലൻസ് ആയിട്ട് സ്റ്റെഡിറ്റി ആയിട്ടുള്ള ഒരു റിലേഷൻ തരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് 2 കാർഡ് കൂടി എടുത്ത് നോക്കാം. ക്ലാരിഫിക്കേഷൻ കാർഡ്, ക്ലാരിഫിക്കേഷൻ, ഓക്കെ, സെലിബ്രേഷൻ. എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ്. 2 ഓഫ് കപ്സ്. യെസ്, ജസ്റ്റിസ് തരണമെന്നും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണമെന്നും ഒക്കെ ഈ വ്യക്തി ഈ ഒരു സമയത്ത് ഈ ഒരു ചിന്തകളാണ് ഈ വ്യക്തിയിലൂടെ കടന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു സെയിം ഫീലിങ്സ് തന്നെയാണ് നിങ്ങൾക്കും ഉണ്ടാകുന്നതെന്ന് നമുക്കിവിടെ കാണാം. 2 ഓഫ് കപ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ സെലിബ്രേഷൻ, ഫയർ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെയിം ഫീലിംഗ് ഈ വ്യക്തിക്ക് എന്തൊക്കെ ഫീലിങ്സാണ്? നഷ്ടമായി പോകുമോ, അല്ലെങ്കിൽ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും ഒന്ന് ഒരുമിച്ച് ചേർന്നാൽ മതിയായിരുന്നു, ഡിലേ വന്നു കഴിഞ്ഞാൽ ഇനി വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ ഒരു റിലേഷനിലേക്ക് പോകുമോ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ ടെൻഷൻ, ആ സെയിം ഫീലിങ്സ് തന്നെയാണ് നിങ്ങൾക്കുമുള്ളതെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. കാരണം ലൈഫിലെ എല്ലാ വ്യക്തികളും നിങ്ങളുടെയും കൂടെയുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഒരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ശൂന്യത ഫീൽ ചെയ്യുകയാണ്. അതുപോലെ ആ പേഴ്സണും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും, നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്, എല്ലാം നമുക്കുണ്ട്. എങ്കിലും ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നു. ആ സെയിം ഫീലിംഗ് തന്നെ നിങ്ങളുടെ പേഴ്സണുമുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഫീലിങ്സ്. കാരണം ആ വ്യക്തിയുടെ ഒരു സ്നേഹമാണ് അല്ലെങ്കിൽ ഒരു പ്രണയമാണ് നിങ്ങളും ഇപ്പോൾ മിസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ കാണാം. ആ വ്യക്തിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്നേഹം അവർക്ക് മിസ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക. റിലേഷൻഷിപ്പിൽ 2 പേരും ഒരു സെയിം വേദനയാണ് അനുഭവിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ സിമ്പിളാണ് നമുക്കിവിടെ 2 ഓഫ് കപ്സ് കിട്ടിയിരിക്കുന്നത്. ഒരേ വേദന അനുഭവിക്കുന്ന 2 ആളുകൾ സെയിം ഫീലിങ്സ് അനുഭവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാകാനായിട്ടുള്ള കാരണം, ആ ഒരു സാഹചര്യം അടുത്ത് തന്നെ ഒരു എൻഡാകുന്നു എന്ന് കാണുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ആ എൻഡായി നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും, ഒരു നീതി ലഭിക്കും എന്നുമാണ് നമുക്കിവിടെ കിട്ടുന്ന 3 കാർഡുകളും പോസിറ്റീവ് കാർഡുകളാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ്, നീതി ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുപോലെ നിങ്ങൾ എന്ത് ഫീലിങ്സിലൂടെയൊക്കെയാണോ കടന്നു പോകുന്നത്, അതേ ഫീലിങ്സാണ് നിങ്ങളുടെ പേഴ്സണും ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. യെസ്, മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുള്ള ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഐ ലവ് യു ആസ് യു ആർ. യെസ്, നിങ്ങൾ എങ്ങനെയാണോ അവരെ സ്നേഹിക്കുന്നത് അതേമാതിരി തന്നെ അവരും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അതേ ഫീലിങ്സ് തന്നെയാണ് അവർക്കുള്ളത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. സെക്കൻഡ് കാർഡ്, ഐ വാണ്ട് ടു സീ യു. യെസ്, അവർക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ്. എപ്പോഴും നിന്നെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഡേ ആൻഡ് നൈറ്റ്, രാത്രിയിലും പകലും എല്ലാം വളരെ റിലേറ്റീവായിട്ട് നമ്മൾ റീഡിങ്ങുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു മെസ്സേജസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. എൻ്റെ സ്നേഹം അൺകണ്ടീഷണൽ ആണ് എന്ന്, ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് എന്ന് ആ വ്യക്തി പറയുകയാണ്. ഐ ആം നോട്ട് ദ ബെസ്റ്റ് ബട്ട് ഐ വിൽ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട്. യെസ്, ഞാൻ ഒരിക്കലും ഒരു ബെസ്റ്റാണ്, ഏറ്റവും ബെസ്റ്റാണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വിത്ത് ഓൾ മൈ ഹാർട്ട്. എൻ്റെ മുഴുവൻ ഹൃദയത്തോടും കൂടി
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഈ വ്യക്തി പറയുകയാണ്. ദ ഡേ ഐ മെറ്റ് യു മൈ ലൈഫ് ചേഞ്ച്ഡ്. യെസ്, ഏത് ദിവസമാണോ നിന്നെ ഞാൻ കണ്ടുമുട്ടിയത് ആ ദിവസം മുതൽ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. യെസ്, ഞാൻ ഒരിക്കലും എൻ്റെ പ്രോബ്ലംസ് നിന്നോട് ഷെയർ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് ഈ വ്യക്തി. അപ്പോൾ അവർക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഐ വിൽ കോൾ യു സൂൺ. യെസ്, അവർ വിളിക്കും, നിങ്ങളെ അവർ ഉറപ്പായിട്ടും വിളിക്കുമെന്നാണ് പറയുന്നത്. ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീം ടുഗെദർ. യെസ്, നമുക്കൊരുമിച്ച് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ട ആ ഒരു സ്വപ്നങ്ങൾക്ക് വേണ്ടി നമുക്കൊരുമിച്ച് വർക്ക് ചെയ്യാൻ, നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം എന്നാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്ക് എടുത്ത് നോക്കാം. റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ്. യെസ്, ഓക്കെ. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയത് 1996 എന്ന് പറയുന്നൊരു ക്ലൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓറഞ്ച് കളർ ഇഷ്ടമുള്ളവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. മാർച്ച് എന്ന് പറയുന്നൊരു മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1985 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഐ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മ്യൂസിക് നിങ്ങൾ ഈ ഒരു മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ടൈമിൽ മ്യൂസിക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ഓർമ്മ വരുന്നുണ്ടാകാം. പിന്നെ നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ മ്യൂസിക് ഇഷ്ടമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പാട്ടുകാരായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഇഷ്ടമുള്ളവരായിരിക്കാം, നല്ല ബോഡിയൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. റെയിൻബോ സൈൻസ്, നിങ്ങളെപ്പോഴും റെയിൻബോ കാണുന്നുണ്ടായിരിക്കാം. അത് ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. നിങ്ങളുടെ പേഴ്സൺ ഉടനെ നിങ്ങളിലേക്ക് എത്തുന്നു, നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവ് സൈനാണ് റെയിൻബോ സൈൻ. ഗുഡ് സ്മൈൽ, നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് സ്മൈൽ, നല്ലൊരു സ്മൈലുള്ള വ്യക്തികളായിരിക്കാം. 9 എന്ന് പറയുന്ന നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 54 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടി. ബ്രൗൺ കളർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമായിരിക്കാം. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 30 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. 52 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. 1997 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഇ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഇ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1998 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1997 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂ ലൈഫ് ചേഞ്ച്. യെസ്, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നു. ഓൾറെഡി മ്യൂസിക് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. ഒരു വർഷം വീണ്ടും മ്യൂസിക് കിട്ടിയിട്ടുണ്ട്. സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അതായത് സ്വയം തൊഴിൽ, ബിസിനസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വയമായിട്ട് ഒരു ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 32 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 3 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. എബ്രോഡ്, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ എബ്രോഡ് വർക്ക് ചെയ്യുന്നവരോ എബ്രോഡ് പോകാനിരിക്കുന്നവരോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. യു ക്യാൻ ട്രസ്റ്റ്. യെസ്, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്ന ഒരു മെസ്സേജ്. നമ്പർ 2 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 4 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പെയിൻറ്റിങ് വർക്കുകൾ ചെയ്യുന്നവരോ അതുപോലെ പെയിൻറ്റിങ് പടം വരയ്ക്കാനോ അങ്ങനെയൊക്കെയുള്ള കഴിവുള്ളവരോ ഒക്കെ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 2001 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1989 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 47 കിട്ടിയിട്ടുണ്ട്. ലെറ്റർ കെ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ലെറ്റർ 2002 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് ക്ലൂ കിട്ടിയിരിക്കുന്നത് ലെറ്റർ എം ആണ്. ലെറ്റർ എം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂസ്. അപ്പോൾ ഈ ക്ലൂസൊക്കെ ആരെങ്കിലുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക.